ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇന്നൊരു ബോൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗംഗ കോട്ടൺ ഡിലൈറ്റിൻ്റെ യാണും അതുപോലെ തന്നെ മാച്ചിങ് ഹുക്കുമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ്. മാജിക് റിങ് ചെയ്തതിന് ശേഷം 4 ചെയിൻസ് ആണ് ചെയ്യേണ്ടത്. 1 2 3 ആൻഡ് 4 ചെയിൻ ചെയ്തതിന് ശേഷം 4 ട്രിപ്പിൾ ക്രോഷേസ് ആണ് ചെയ്യേണ്ടത്. ഇത് വലിയ ബോ ആണെങ്കിലും ചെറിയ ബോ ആണെങ്കിലും നമ്മൾ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുക. നമ്മളുടെ യാണിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ബോൻ്റെ സൈസ് ഉണ്ടാവുക. തിന്നായി യാണ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ബോ ആയിരിക്കും, തിക്കായി യാണ് എടുത്തു കഴിഞ്ഞാൽ വലിയ ബോ ആയിരിക്കും. അപ്പോൾ 4 ട്രിപ്പിൾ ക്രോഷേസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ചെയിൻ 4 ചെയ്യണം, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയിൻ 4, again 4 triple crochets, again chain 4 and then slip stitch. ഈ ബോ നമുക്ക് ഹെഡ് ബാൻഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ ഫ്രോക്സിൽ, ഷൂസിൽ, ബേബി ക്യാപ്പിൽ എല്ലാം നമുക്ക് ഈ ബോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ചെയിൻ 4 ചെയ്തിട്ട് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ടെയിലെൻഡ് കട്ട് ചെയ്തിട്ട് അത് ആ ടെയിലെൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ബോ ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാജിക് റിങ് ടൈറ്റ് ആക്കിയിട്ട് വരിക്കുക. അപ്പോൾ തന്നെ അത് ക്ലോസ് ആയിട്ട് ഒരു ബോൻ്റെ ഷേപ്പിൽ വരും. എന്നിട്ട് അത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ ബോ ആയി. ഓക്കെ.